അല്ല എന്താ നിങ്ങളെ പ്രശ്നം എന്താണ്? പ്രശ്നം ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ലേ? നിങ്ങളെ പ്രശ്നം പറയും. എന്താണ് നിങ്ങളെ പ്രശ്നം പറയും? അതല്ല നമുക്കൊരു ചെറിയൊരു പൈസന്റെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ അത് ചോദിച്ചാൻ വേണ്ടിട്ട് നേരത്തെ എന്റെ വണ്ടിയിലേക്ക് കയറി വന്നതൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോ പെരേക്ക് പോയിട്ട് കാര്യമല്ല. എന്താ നിങ്ങൾക്ക് പൈസക്ക് എന്താ എത്ര വലിയ ബുദ്ധിമുട്ട്? നമുക്കൊരു 10-25,000 റുപ്യ വേണം. 25,000 റുപ്യ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പൊ നിങ്ങൾ ഈ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിന്നെ ആ വിഷയം നിങ്ങൾക്ക് അവിടുന്ന് വണ്ടി കയറിയപ്പോ തന്നെ പറഞ്ഞോളൂ. അതിന് അല്ല, നമ്മളിപ്പോ നിങ്ങളോട് പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ. 25,000 കിട്ടിയ ഞങ്ങളെ പ്രശ്നം തീരും. ഇന്നത്തെ എന്താ ഞങ്ങളോട് പറയാം? അത് തീരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാര് വിചാരിച്ചാൽ നിങ്ങൾ 25,000 ഇപ്പൊ ഞങ്ങൾക്ക് തരാൻ കഴിയും. ഞങ്ങൾ പല ആളുകളും ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളത് ഉണ്ടാവുമ്പോ തിരിച്ചു തന്നാൽ മതി. നിങ്ങളെ പ്രശ്നം തീരുവോ? കാക്ക നിങ്ങളൊന്ന് തെളിയിച്ച് പറയ്. പ്രശ്നം തീരുവോ? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാര് വിചാരിച്ചാൽ നടക്കണ കേസുള്ളത് തീരുവോ? എന്താ കുട്ടി പറയാ? ചേട്ടാ, അംസാന്റെ ഗൂഗിൾ പേയില് പൈസ ഉണ്ടെങ്കിൽ ഒരു 5,000 ആയിക്കോളാ. ഹലോ, സലാമ, പൈസ ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേയില് പൈസ ഉണ്ടോ? ഹലോ എടാ ബഷീർ, എന്റെ ഗൂഗിൾ പേയില് പൈസ ഉണ്ടെങ്കിലേ ഒരു 10,000 അയച്ചു തരൂ. 10 കൊണ്ട് അയച്ചെന്നാ മതി. ഓ മതി, ധാരാളം. ഓക്കെ. ഹലോ, മെഡിക്കൽ കോളേജ്. നിങ്ങളെ ഗൂഗിൾ പേ അല്ലേ? ആ ഗൂഗിൾ പേ നമ്പർ ഒന്ന് തന്നതാണ്. റസാക്ക നോക്കുകയാണെങ്കിൽ കേറിയില്ലേ? 25,000 കേറി ഉണ്ടാവല്ലോ. ഇതിലൊക്കെ കേറിയില്ലേ? ആയിക്കോട്ടെ. ഞങ്ങൾ പോയിക്കോളി കേട്ടോ. ഞാനേ നമ്മളെ ഡിസ്ചാർജ് ആക്കിയിട്ട് പൈസ കൊടുക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെന്നപ്പോഴേ കാര്യം നടന്നില്ല. പൈസ തിരിച്ചു കുഴപ്പമില്ല. നിങ്ങൾ സൗകര്യം പോലെ അയച്ചാൽ മതി. അതൊന്നും കുഴപ്പമില്ല. പോയിക്കോളി, ബില്ലടച്ചോളി. കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ പോയിക്കോളി. ഓരോരുത്തരുടെ പ്രയാസേ ഓനെ നേരിട്ട് കണ്ടറിയില്ല. വിവരങ്ങൾ ഉള്ളുന്ന്